സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ ചാനൽ കാണണം, നമുക്ക് സബ്സ്ക്രിപ്ഷൻ തരണം. സബ്സ്ക്രിപ്ഷൻ കുറച്ചൊരു നല്ല ഹൈപ്പിൽ വന്നതാണ്, പിന്നെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം കുറച്ചൊന്ന് കുറവ് വരുന്നു. പക്ഷേ എല്ലാവരും ഇത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി ആളുകൾക്ക് വീഡിയോസ് അയച്ചു കൊടുക്കണം. സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ വിഷയങ്ങളും സാമൂഹ്യ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ബഹുജനങ്ങളുടെ സഹായത്താൽ കൂടി നടത്തുന്ന ഒരു ചാനലാണ്. അതിനനുസരിച്ചുള്ള സഹായം എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ചെയ്യുകയും വേണം. വളരെ പ്രധാനപ്പെട്ടൊരു വിധി സുപ്രീം കോടതിയുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല വിധിയാണ്. കാരണം അങ്ങനെ ഒരു വിധി വന്നതുകൊണ്ട് കുറേയധികം പൊളിറ്റിക്കൽ രംഗം, രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കപ്പെടും. വിധി വേറൊന്നുമല്ല, ഉത്തരാഖണ്ഡിലെ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച്, അത് 2016 ഉത്തരാഖണ്ഡിലെ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് 9(6)(9)(7) വകുപ്പുകൾ അനുസരിച്ച് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാവില്ല. ഇപ്പോൾ ഒരാളിൻ്റെ പേര്, എൻ്റെ പേര് ഒരു ഒന്നിലധികം സ്ഥലത്ത് ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മത്സരിക്കാനാവില്ല. പക്ഷേ ഇതിൽ ഇങ്ങനൊരു ഒരു നോംസ് അവിടെ നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു ചട്ടം നിൽക്കുമ്പോൾ തന്നെ ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സർക്കുലർ ഇറക്കി. ഒരു പഞ്ചായത്തിലല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന്. അപ്പോൾ 2 പഞ്ചായത്തിൽ പേരുണ്ടെങ്കിൽ മത്സരിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ മാത്രമല്ല, പല പഞ്ചായത്തുകളിൽ പേരുണ്ടെങ്കിലും എവിടെയെങ്കിലും മത്സരിക്കാം എന്ന് വന്നപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെട്ടു. സുപ്രീം കോടതി പറഞ്ഞു അത് ശരിയല്ല. അങ്ങനെ പല സ്ഥലങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരാൾ ഒരിടത്ത് കയറി മത്സരിക്കുന്നത് ശരിയല്ല. അത് തന്നെ തെറ്റാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പല സ്ഥലത്ത് പേരുള്ളത് തന്നെ തെറ്റാണ്. പിന്നെ മത്സരിക്കുകയും കൂടെ ചെയ്താൽ അത് ഒരു ബാഡ് ഇംപ്രഷൻ അല്ലെങ്കിൽ ബാഡ് ഇമേജ് പൊളിറ്റിക്സിനെ കുറിച്ച് പോകും. അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞില്ല. മാത്രമല്ല 2 ലക്ഷം രൂപയാണ് ജസ്റ്റിസ് വിക്രംനാഥും സന്ദീപ് മേത്തയും കൂടി ആർക്കിട്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിലെ ഇലക്ഷൻ കമ്മീഷൻ ഇട്ടിരിക്കുന്നത് 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു കാരണവശാലും ഇത് നടപ്പിലാക്കരുത്. ആ നിയമവും അങ്ങനെ ഉള്ള സർക്കുലറും സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല, അത് സ്കോഷ് ചെയ്തു, അതെടുത്ത് കളഞ്ഞു. ആ സർക്കുലർ റദ്ദാക്കി. സുപ്രീം കോടതി പറഞ്ഞു അത് ശരിയല്ല. കാരണം ഒരാളിന് ഒന്നിലധികം സ്ഥലത്ത് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരിടത്തും മത്സരിക്കാൻ അവകാശമില്ല എന്നുള്ള നിങ്ങളുടെ നിയമം തന്നെയാണ് നിങ്ങൾ വയലേറ്റ് ചെയ്തിട്ട് ഉത്തരവിറക്കിയിരിക്കുന്നതെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ നിയമത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കി. അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് കോടതി ഇടപെടലാണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടെ പറയാൻ കാരണം, രാജ്യത്താകമാനം ഇപ്പോൾ വലിയ ചർച്ച നടക്കുകയാണ്. ഈ വോട്ടധികാർ അല്ലെങ്കിൽ വോട്ടിനെ സംബന്ധിച്ച്, ഇരട്ട വോട്ടിനെ സംബന്ധിച്ചും ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ളതിനെ സംബന്ധിച്ചും കള്ളവോട്ടിനെ സംബന്ധിച്ചും വ്യാജ ലിസ്റ്റിനെ സംബന്ധിച്ചും ഒക്കെ വ്യാപകമായ പരാതി രാജ്യത്ത് വരുന്ന സമയത്താണ് സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ടായിരിക്കുന്നത്. നമുക്കെന്തായാലും അങ്ങനത്തെ ഇടപെടലുകളൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒന്നിലധികം സ്ഥാനങ്ങളിൽ പോയി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ, ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ആക്ഷേപമൊക്കെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് വോട്ടുണ്ട്, തൃശ്ശൂരിൽ പോയി താമസിച്ചതുകൊണ്ട് അവിടെ ഈ വോട്ടുണ്ടെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പല വോട്ടുകൾ അങ്ങനെ വരുന്നത് ശരിയല്ല. അത് വളരെ കർശനമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം കൂടുതൽ സ്ഥലങ്ങളിൽ വോട്ടുണ്ടെങ്കിൽ ഒരിടത്തും സ്ഥാനാർത്ഥിയാകാൻ ആർക്കും അവകാശമില്ല എന്ന് പറയുന്ന നിയമം വളരെ കർശനമായി പാലിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ ഹൈക്കോടതികളും മറ്റ് സംവിധാനങ്ങളും ഇത് പാലിക്കപ്പെടാനുള്ള സാധ്യതയാണ് വളരെയേറെ മുന്നിൽ കാണുന്നത്.